ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം വൈകിട്ട് നല്ല ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുടുക്ക ഐസ്ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് കഴിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലൊക്കേഷൻ ഞാൻ ഇടാം കേട്ടോ. കാര്യം എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. ചിയ്യാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തൃശ്ശൂരുള്ള ചിയ്യാരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വന്നിട്ട്. അമൂലിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ പുട്ട് ഐസ്ക്രീമും കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ട്. കുടുക്ക ഐസ്ക്രീം ഉണ്ട്, 190 രൂപയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐസ്ക്രീംസ് അവിടെ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ദേവു അമ്പാടി കണ്ണേട്ടൻ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഷോപ്പാണ്, ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ദേവുവിന് ഇവിടെ എന്തൊക്കെയോ ഒരു കോണും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ സെലക്ട് ചെയ്യാം. അപ്പോൾ അവൾ ഈ ഒരു കോണ് സെലക്ട് ചെയ്തിട്ട് കോൺ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുടുക്ക ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കണ്ട 190 രൂപയായിട്ട് കുടുക്ക ഐസ്ക്രീം ഒരു മൺചട്ടിയിലൊക്കെ നമുക്ക് സംഭവം കിട്ടും. അപ്പോൾ അവനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അമ്പാടിക്ക്. അപ്പോൾ അവന് വേണ്ടാന്നുണ്ടിരിക്കുകയാണ്. പക്ഷേ ദേവ് കഴിച്ചില്ല കേട്ടോ, ഞാനാണ് അവളുടെ ഐസ്ക്രീം കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുക്ക ഐസ്ക്രീം വന്നിട്ട് ഇതിൽ വന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിയില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ, പച്ചമാങ്ങ, അത് അങ്ങനെ അരിഞ്ഞിട്ട് അതിട്ടിട്ടുണ്ട്. പിന്നെ കുറേ നട്ട്സ് ഉണ്ട്, പിന്നെ ഐസ്ക്രീം പല 3 ഫ്ലേവറിൽ 4 ഫ്ലേവറേയും കണ്ടോ ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഷുഗർ ബോൾസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിട്ട് ദേവു. അപ്പോൾ ചെറിയ കുടുക്കയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഒരാൾക്ക് ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഒരു പാകത്തിനുള്ള കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് നോക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ചെറിയൊരു തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറേ ആയി ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തൃശ്ശൂരുള്ളവർക്ക് ഈ ഷോപ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ പിന്നീട് ഇട്ട് തരുന്നതായിരിക്കും. കാരണം എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല. ചിയ്യാരത്താണ് കേട്ടോ അമൂലിൻ്റെ ഈ ഷോപ്പുള്ളത്. അപ്പോൾ അതുണ്ടല്ലേ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതിൽ പല ഫ്ലേവറുണ്ട്. മാംഗോ, പിന്നെ വാനില ഉണ്ട്, സ്ട്രോബെറി, 3 ഫ്ലേവറാണ് എനിക്ക് തന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, കുറച്ച് ദിവസമായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ എന്നിട്ട് അവളുടെ അച്ഛന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. സോ ഞങ്ങൾ ഇത് മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് എന്താ പറയുക, ഷോപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമൂലിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അവിടുത്തെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആൾ നല്ല സംസാരക്കാരനാണ്, പിന്നെ ഓൾറെഡി പരിചയമുള്ളതുകൊണ്ട് തന്നെ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല സർവീസാണ് കേട്ടോ. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. സംഭവം നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ കുഴപ്പമില്ല, ടേസ്റ്റും ഉണ്ട് കേട്ടോ. നട്ട്സൊക്കെ അങ്ങനെ കടിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പുട്ട് ഐസ്ക്രീം കഴിക്കണം എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ എന്താ പറയുക, വേണ്ടാന്ന് വെച്ചു. അത് നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല. സോ അത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് വന്നിട്ട്. പെട്ടെന്ന് ഷോപ്പ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല, മീൻസ് മെയിൻ റോഡാണ്, പക്ഷെ പെട്ടെന്ന് ശ്രദ്ധ പോകുന്ന ഒരു ഷോപ്പല്ല ഇത്. പക്ഷെ ഉള്ളിൽ നല്ല ആംബിയൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ഉള്ളിൽ നമുക്ക് 2 ടേബിൾ വന്നിട്ടുണ്ട് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ളത്. പുറത്തും അതേപോലെ സംഭവങ്ങൾ ടേബിൾ വന്നിട്ടുണ്ട്. അവിടുത്തെ എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റിംഗ് ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ. പിന്നെ അമ്പാടിക്ക് ആ ഒരു കോണിൻ്റെ അടിഭാഗത്ത് ആ ഒരു സംഭവം ഉണ്ടല്ലോ, കാപ്പി സംഭവം, അതാണ് കേട്ടോ അവന് കൊടുത്തത്. തണുപ്പ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതാണ് അവന് കൊടുത്തത്. പിന്നെ ദേവി ഐസ്ക്രീം വന്നിട്ട് വരെ ചക്കപ്പുഴുക്ക് പോലെ ആക്കണുണ്ട് കേട്ടോ. കാര്യം അവൾക്ക് കഴിക്കണം എന്നുണ്ട്, പക്ഷെ തണുപ്പോട് കഴിക്കാൻ പറ്റണില്ല. ഓക്കെ, അമ്പാടി നല്ല ചീരിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിക്കുകയാണ്. പിന്നത്തെ അടുത്തൊരു ഞാൻ പറഞ്ഞു എൻ്റെ എണ്ണയും കൂടെ എടുക്കുക, ഞാൻ കഴിക്കണത് കൊണ്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണയും കൂടെ എടുക്കാമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ദേവു ഉണ്ടല്ലേ കാലിയാക്കി ഗൈസ്, കംപ്ലീറ്റ്ലി കാലിയാക്കി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൾക്ക് എന്തോ ബദാമിൻ്റെ ഷേക്കേഴ്സ് എന്ന് പറഞ്ഞ സംഭവം അതും വാങ്ങിച്ചു. പിന്നെ എന്തോ ഒരു വേറൊരു സംഭവം കൂടി വാങ്ങിയിട്ട് എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയേ ഉള്ളൂ, ബൈ.